ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലോയി വിത്തോൺ ഇമാജിനേഷൻ എന്ന പെർഫ്യൂമാണ്. ഇത് അതിന്റെ ഒരു ഒഫീഷ്യൽ സാമ്പിളാണ്. സോ ലോയി വിത്തോണിന്റെ പെർഫ്യൂംസ് നമ്മൾ മറ്റ് ലക്ഷറി ബ്രാൻഡുകൾ പറയുന്ന പോലെ ലോയി വിത്തോണിന്റെ പെർഫ്യൂംസ് നമ്മൾ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ഈവൻ റിവ്യൂസും കുറവാണ്. ലോയി വിത്തോണിന്റെ പ്രൊഡക്ട്സ് അധികം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാലും ഒരുപാട് പ്രൊഡക്റ്റുകൾ അതിനെ റിവ്യൂ ഒന്നും കാണാറുമില്ല. അപ്പൊ ഞാൻ ആക്ച്വലി ലോയി വിത്തോൺ എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിൽ എപ്പോഴും അവരുടെ ബാഗ് അല്ലെങ്കിൽ ബെൽറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ പെർഫ്യൂംസിന് ഞാനും അത്ര ഒരു ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവരിഞ്ഞിപ്പോ പെർഫ്യൂംസിന് അത്ര നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരിക്കൽ ഓംബ്രനോമാഡ് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വെറുതെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, സംഗതി അടിപൊളിയാണ് എന്നുള്ളത്. പക്ഷേ ലോയി വിത്തോണിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മറ്റ് ഡിസൈനർ പെർഫ്യൂംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോയി വിത്തോണിന്റെ പ്രൈസ് ഈ നീഷ് പെർഫ്യൂംസിന്റെ ലെവലിലേക്ക് പ്രൈസ് വരുന്നുണ്ട്. മേ ബി അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടിയിട്ട് അവർ അതിൽ ചാർജ് ചെയ്യുന്നുണ്ടാവും. ലോയി വിത്തോണിന്റെ എന്ത് സാധനം കുറച്ച് വില കൊടുത്ത് കിട്ടിയാൽ മതി എന്നുള്ളത്. പൊതുവെ ഈ ഡിസൈനർ ബ്രാൻഡുകളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ അവരുടെ പെർഫ്യൂംസിന് വലിയ പ്രൈസ് ഉണ്ടാവില്ല. പെർഫ്യൂംസ് ഇപ്പൊ ഷനൈലിന്റെ ഒക്കെ പെർഫ്യൂം നമുക്കൊരു 10,000 to 12,000 ലെവലിലൊക്കെ ഏറ്റവും വില കുറഞ്ഞ ഈഗോയിസ്റ്റോ അല്ലെങ്കിൽ അല്യൂറിങ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. പിന്നെ ബ്ലൂഡി ഷനലൊക്കെ ആണെങ്കിൽ ഒരു 20,000 ലെവലിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അവരുടെ മറ്റു പ്രൊഡക്റ്റുകൾ, ബാഗ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ലാക്സ് ആണ് പ്രൈസ് വരുന്നത്. അതിപ്പോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, ഷോപ്പാഡിന്റെ പെർഫ്യൂം 1,500 രൂപയ്ക്ക് കിട്ടി. പക്ഷെ ഷോപ്പാഡിന്റെ വാച്ചിന് 10 ലാഖിന്റെ അബവ് പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളത്. എന്ന പോലെ ഞാൻ ആക്ച്വലി ലൂയി വിത്തോണും അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. ഇവിടെ പ്രൈസ് നോക്കുമ്പോൾ ഞാൻ നോക്കുന്ന സൈറ്റിലൊക്കെ ഈ വയൽസ് ആണ് കാണുന്നത്. അതിന് 1,200, 1,300, 1,500 ആ ലെവലിലെ പ്രൈസ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് അവരുടെ സൈറ്റിൽ നോക്കിയപ്പോൾ. അപ്പോഴാണ് ഈ ഇമാജിനേഷന് 28,000 ചേഞ്ച് എന്തോ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഓംബ്രനോമാഡ് ആണെങ്കിൽ അത് അതിലേറെ പ്രൈസ് ഇയറാണ്. അപ്പൊ എനിക്ക് തോന്നിയത് സാധനം തിരക്കിടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാമ്പിള് ഞാൻ വാങ്ങിച്ചതാണ്. സാമ്പിൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബെൽവിഷെന്നോ ഫ്രൈഡേ ചാമെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എവിടുന്നാണ് പ്രൈസ് കുറവ് എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. പിന്നെ അപ്പോൾ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് നമ്മള് ചില ഫ്രാഗ്രൻസുകൾ നമ്മളിങ്ങനെ തേടി പിടിച്ച് കണ്ടെത്തുന്നതൊക്കെ പറഞ്ഞു എന്ന പോലെ ഞാൻ തേടി അന്വേഷിച്ചിരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത്. ആക്ച്വലി നമ്മൾ ചില ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്ലേസുകളിൽ പോകുമ്പോൾ, ചില ഹോട്ടലുകളിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് പൊതുവേ കിട്ടാറുള്ള ചില സാധനങ്ങളുടെ സ്മെല്ലുണ്ടല്ലോ. ഇപ്പോൾ അതിപ്പോൾ എങ്ങനെ പറയാം, ചില ഹോട്ടലുകൾ നമ്മൾ റൂം എടുത്താലൊക്കെ അങ്ങോട്ട് നമ്മളൊരു ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴൊക്കെ ഉള്ള ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വസ്തുക്കളിൽ നിന്ന് വരുന്ന സ്മെല്ല്, ഇങ്ങനെയൊക്കെ നമ്മളെ മൈൻഡിലുള്ള ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. ഇതൊരു തരക്കിടില്ലാത്ത സ്മെല്ലാണെന്നുള്ളത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഈ ഇമാജിനേഷൻ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ് പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. ഓപ്പണിങ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ് ഗ്രീൻ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ആ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹെർബൽ ഗ്രീൻ ആയിട്ടൊക്കെ തോന്നുന്നു. നമ്മുടെ ഒരു പുൽത്തൈലത്തിന്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ലായിട്ടാണ് ഇനീഷ്യലി തോന്നുന്നത്. ആദ്യത്തെ ഒരു ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ അതുണ്ട്, അതിന്റെ ആ ഒരു പ്രസൻസ് വരുന്നുണ്ട്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ള ഫ്രാഗ്രൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞാല് ഒരു ഫ്രഷ് സ്പൈസി ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരും. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു വുഡി, പിന്നെ ചെറിയൊരു ആംബ്രോക്സിൻ, ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മിഡിൽ നോട്ട്സ് ഓൺവേർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം. അത് എന്നെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ മറ്റുള്ളതൊക്കെ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒരു ഫ്രാഗ്രൻസ് അന്വേഷിക്കുന്ന ഒരു സെൻസ് നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇത് എന്തിന്റെ സ്മെല്ലായിരിക്കും എന്നുള്ളത്. ചില ഹോട്ടലുകളിലൊക്കെ കയറിയാല്, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ കയറിയാൽ, ഇപ്പൊ എന്തെങ്കിലും മീറ്റിങ്ങോ പരിപാടികൾക്കൊക്കെ കയറുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മളൊരു റൂം എടുത്താൽ, ചില നല്ല ഹോട്ടലുകളിലൊക്കെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ. അത് എന്തിന്റെ സ്മെല്ലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി അവർ യൂസ് ചെയ്യുന്ന എയർ ഫ്രഷ്നർ ആവാം, അല്ലെങ്കിൽ അവിടെ ഉള്ള കുറെ വില കൂടിയ ടോയ്ലറ്ററീസ് ഉണ്ടാവും, ഇതിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സ്മെല്ലായിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈബ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇപ്പൊ നമ്മൾ ഈ യുബിസിറ്റിയിലൊക്കെ അങ്ങനെ ജസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയങ്ങളിലോ, അല്ലെങ്കിൽ അതേപോലെ നല്ല പോഷ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് ചില ആളുകൾ പാസ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ചില ഒരു പ്ലീസിങ് ആയിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ. ആ ഒരു ഡാർക്ക് സ്മെല്ലല്ല,
ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്മെല്ല് ചില വ്യക്തികളുടെ അടുത്ത് നമുക്ക് കിട്ടാറുണ്ട്. അതും എനിക്ക് ഈ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു സോപ്പി, ഒരു ഫ്രഷ്നെസ്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ്, അതാണ് ഈ ലൂയി വിത്തോൺ ഇമാജിനേഷൻ എന്ന പെർഫ്യൂം. സോ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ആ ഒരു പുൽത്തൈലത്തിന്റെ പോലത്തെ ഒരു ഗ്രാസിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഒരു ഗ്രീൻ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സ്പൈസി ഹിന്റ് വരുന്നുണ്ട്. പിന്നെ മിഡിൽ നോട്ട്സ് ഓൺവേർഡ്സ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റൂമുകളിലൊക്കെ കയറിയ പോലത്തെ ആ ഒരു ഫ്രഷ്നെസ്സും ചെറിയൊരു സ്പൈസി ഫ്രാഗ്രൻസും ഒരു ജിഞ്ചർ ഫ്രാഗ്രൻസ് അങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയാ, ഒരു വുഡി ആംബ്രോക്സിൻ മിക്സ് ആയിട്ടുള്ള ഒരു ബേസ് നോട്ട്സിലേക്ക് അത് പോവാണ്. പക്ഷെ ആ പോകുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, മിഡിൽ ആൻഡ് ബേസ് നോട്ട്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒന്നും പറയാനില്ല. നിങ്ങളൊരു ബ്ലൂ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇമാജിനേഷൻ എന്നുള്ളത്. സോ 100 ml 28,000 ചേഞ്ച് എന്താണ് പ്രൈസ് കണ്ടത്. 100 ml ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻസ്പയർഡ് വേർഷൻസ് അവൈലബിൾ ആണ്, അതും നോക്കിക്കോളൂ. എന്തായാലും എന്താ പറയാ, ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഒരു 1 to 1.5 hours വരെ നമ്മളെ ഡ്രസ്സിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാലാണ് ഇത് സാധനം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നമുക്ക് സ്മെല്ല് ഉണ്ടോ എന്ന് അറിയാൻ എളുപ്പമാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നായിട്ട് പെർഫ്യൂം അവിടെ മൊത്തം ഞാൻ അപ്ലൈ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഓവർ അപ്ലൈ ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് അതിന്റെ ഒരു ആക്ച്വൽ എന്താണെന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതേപോലെ ഞാൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ പൊക്കുമ്പോഴൊക്കെ ഇതിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 1 to 1.5 hours വരെ ഇത് പ്രൊജക്ട് ചെയ്തിരുന്നു. അവിടുന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഒരു 5 hours ലെവലിലൊക്കെ, ഒരു 4 to 5 hours വരെയൊക്കെ അതൊരു നമ്മളെ ഒരു എന്താ പറയാ, ഒരു സ്നിഫ് ചെയ്താൽ സ്മെല്ല് കിട്ടുന്ന രീതിക്ക് സാധനം അവിടെ ഉണ്ട്. പലരും എൻ്റെ അടുത്ത് വന്നവരൊക്കെ ചോദിച്ചു ഇത് എന്ത് സ്മെല്ലാണ് ഈ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അങ്ങനെ ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. ലൂയി വിത്തോണിന് നമ്മൾ ബാഗും മറ്റുള്ള സംഭവങ്ങൾ, അവരുടെ ലെതർ ഐറ്റംസ് മാത്രമല്ല പെർഫ്യൂമിലും അടിപൊളിയാണ് എന്നുള്ളത് എന്താ പറയാ, എന്നെ പോലെ വെറുതെ ആവശ്യമില്ലാത്ത പെർസെപ്ഷൻ വെച്ച് നടന്നവർക്കുള്ള ഒരു ആൻസർ ആയിട്ട് അവരുടെ ഈ ഒരു പെർഫ്യൂമെന്ന് കിട്ടി. അപ്പൊ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സാധനത്തില്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ഒറിജിനൽ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇല്ലെങ്കിൽ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രാഗ്രൻസുകൾ ഒറിജിനൽ ആദ്യം ട്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ എവിടെന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് അതിന്റെ മറ്റ് ഇൻസ്പയർഡ് വേർഷൻസിലേക്കൊക്കെ പോവാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.